ഇന്നത്തെ ദിവസം ഞാൻ രാവിലെ തന്നെ എണീറ്റേട്ടാ. രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് വിളക്ക് കത്തിച്ചു പ്രാർത്ഥിച്ചു. ഇത്തിരി കട്ടൻ ചായ വെച്ചിട്ട് കുടിച്ചുകൂടെ രാവിലെ തന്നെ. ഞാൻ കുടിച്ചു. അതിനുശേഷം നിച്ചുവിനെ എണീപ്പിച്ച് അവൾക്കും കൊടുത്തു. അവൾക്ക് രാവിലെ ചായ കൊടുത്തപ്പോഴേക്കും അവളൊന്ന് ഛർദ്ദിച്ചിട്ടാ. അപ്പോഴേക്കും എൻ്റെ ആദ്യത്തെ ദിവസം എന്താ പറയുക ചെറുതായിട്ടൊന്ന് ഡൗൺ ആയി. കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് പിന്നെ ആ ഒരു എനർജി ഒന്ന് ഡ്രോപ്പ് ആവും. പക്ഷേ കുഴപ്പമില്ല, ഞാൻ വേഗം തന്നെ അവളൊന്ന് മേലൊക്കെ ഒന്ന് കഴുകിപ്പിച്ചു ചൂടുവെള്ളത്തിൽ, വേഗം അവിടേക്ക് ഒന്ന് തുടച്ചു. അതിനുശേഷം നമുക്ക് കുടിക്കാനുള്ള ഇത്തിരി വെള്ളം തിളപ്പിച്ചിട്ടാ. പനിക്കൂർക്കയില 2 ഇട്ടിട്ടാണ് തിളപ്പിച്ചത്. നല്ലതാണ്, നല്ല ടേസ്റ്റാണ്. എനിക്ക് പനിക്കൂർക്കയില ഇട്ടിട്ടുള്ള വെള്ളം ഇഷ്ടമാണ് കുടിക്കാനായിട്ട്. നല്ലൊരു ഫ്ലേവറാണ്. നിങ്ങൾ ആരെങ്കിലും കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ. 1-2 ഇല മാത്രം മതി. പിന്നെ ഞാനിത്തിരി പൊടിയരിക്കഞ്ഞി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് പ്രഷർ കുക്കർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീലിൻ്റെ പ്രഷർ കുക്കറാണ്. ദ ഇൻഡസ് വാലി എന്നാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര്. നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ കാസ്റ്റ് അയണിൻ്റെ കുക്കർ സെറ്റൊക്കെ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. ഇതെന്നിട്ടുണ്ടെങ്കിൽ ട്രൈ സ്റ്റീൽ പ്രീമിയം സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രഷർ കുക്കറാണ്. ഇൻഡക്ഷൻ ബോട്ടമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ തന്നെ ഇത് 3 ലിറ്റർ ഉണ്ട്. ഞാനിത് വാങ്ങിച്ചിട്ടുണ്ടല്ലോ ഒരു 2100 അത്രയ്ക്കുള്ള പ്രൈസ്. അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ISO സർട്ടിഫൈഡ് ആണ്. 3 ഇയർ വാറൻറ്റിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാങ്ങുന്നുണ്ടെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കൂപ്പൺ കോഡ് SUMI12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 12% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ യൂസ് ചെയ്തു. ഞാൻ ആദ്യം ചെറുപയർ വേവിച്ചിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചിട്ട്. അതേപോലെ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇത്തിരി പൊടിയരിക്കാൻ നിച്ചുനെ ഉണ്ടാക്കാണ്ട് ഇതിൽ. അപ്പോൾ ഇത് യൂസ് ചെയ്യണ കാര്യം പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടബിളാണ്. അതായത് ചില നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മൂടി ഉണ്ടല്ലോ ഇത്തിരി ടൈറ്റ് ഉണ്ടാവും അത് ഇടുമ്പോൾ. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. നല്ല ജെൻറ്റലായിട്ട് നമുക്ക് സോഫ്റ്റായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ സൂപ്പറാണ് കേട്ടോ. യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എൻ്റെ ഉള്ളത് 5 ലിറ്ററാണ്. ഇതിപ്പോൾ ഞാൻ വെച്ചത് 3 ലിറ്ററാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി പൊടിയരി കഴുകിയിട്ട് നിച്ചുവിന് വേണ്ടിയിട്ട് ഇത്തിരി പൊടിയരിക്കഞ്ഞിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു 2 വിസിൽ ആക്കിയപ്പോൾ തന്നെ കഞ്ഞി താന്നല്ല റെഡി ആയിട്ടാണ്. അപ്പോൾ രാവിലെ ഇത്തിരി പൊടിയരിക്കഞ്ഞി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഛർദ്ദിക്കുകയൊക്കെ ചെയ്തല്ലേ. അപ്പോൾ ആ ഒരു ക്ഷീണമൊക്കെ നന്നായിട്ട് മാറുമല്ലോ വെച്ചിട്ട് അതാണ് രാവിലെ കൊടുത്തേ. എനിക്കിനി ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാവിലെ നാട്ടിൽ പോകണം. 10 മണിക്ക് 10:45 ട്രെയിൻ ഉള്ളത്. അപ്പോൾ അത് പോവാനുള്ളത് കൊണ്ട് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കാം. ബാക്കി ഒന്ന് വേഗം കുളിച്ച് ഡ്രസ്സൊക്കെ അലക്കി എല്ലാം ഒന്ന് സെറ്റാക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോഴാണ് രാവിലെ നിച്ചുവിന് ഛർദിൽ. പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഛർദിച്ചിട്ടു. അവിടെയൊക്കെ തുടച്ചു. പിന്നെ നിച്ചുവിനെ മേല് കഴിച്ചു. പനി ഉണ്ടാകുന്ന ഇടയ്ക്ക് നോക്കി. പിന്നെ വേഗം ഞാൻ പറഞ്ഞില്ലേ വെള്ളം തിളപ്പിച്ച് അത് കുടിപ്പിച്ചു. കഞ്ഞി ഉണ്ടാക്കി അതൊക്കെ കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. കുറച്ച് ടൈം വൈകിട്ടാണ്. ഇപ്പോൾ വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനോർത്ത് സവാള ഒരെണ്ണം, ഒരു തക്കാളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കുക്കറിലോട്ട് ഇട്ടു കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത ആ 3 ലിറ്ററിൻ്റെ കുക്കറില്ലേ ഇൻഡസ് വാലിയുടെ ആ കുക്കറിൽ തന്നെയാണ് കറി ഉണ്ടാക്കണം. അപ്പോൾ ഇതൊരു എന്താ പറയുക സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറിയാണ്. മുട്ടയില്ലാത്തൊരു മുട്ടക്കറി കേട്ടോ. അപ്പോൾ ഇതെൻ്റെ അമ്മയുടെ എനിക്ക് പറഞ്ഞത്. ഇത് ട്രൈ ചെയ്ത് നോക്കാം. എളുപ്പപ്പണിയാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് ആദ്യം ഞാനൊരിത്തിരി നമ്മളെടുക്കുന്ന ആ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് സവാളയും തക്കാളിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ തന്നെ മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി ഗരം മസാല, ഇത്ര ഐറ്റംസ്, പിന്നെ ഉപ്പിട്ടാ ഇത്ര പൊടികൾ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാൻ ഒരെണ്ണം ഇട്ടുള്ളൂ. കാരണം പച്ചമുളകിന് ചിലപ്പോൾ എരിവുണ്ടാവും കേട്ടോ. എന്താ പറയുക നമുക്കറിയില്ല. ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചൊരു മുളകാണ്. അപ്പോൾ ചില മുളകിന് ഭയങ്കര എരിവായിരിക്കും, ചില മുളകിന് എരിവുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഒരു പേടി കാരണം ഞാൻ ഒരു മുളകാണ് നടുവേ കീറി ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതേപോലെ മല്ലിപ്പൊടി, അതേപോലെ ഗരം മസാല, പിന്നെ ഇത്തിരി ഉപ്പ്, പിന്നെ ഇത്തിരി വെളിച്ചെണ്ണ, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കുക്കറിൽ നമ്മൾ അടപ്പ് തുറന്ന് വെച്ചിട്ടില്ല കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്കതൊന്ന് എന്താ പറയുക ഗ്യാസൊക്കെ ഓണാക്കിയിട്ട് നമുക്ക് ഒന്ന് ചൂടാക്കട്ടെ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം വല്ലതും ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് എന്താ പറയുക വിസിലടിപ്പിക്കാം. ഒരു 3 വിസിൽ കേട്ടോ. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിലടിച്ചിട്ട് നമുക്ക് ഇതൊന്ന് തണുക്കാൻ വെക്കാം. ഫുൾ അതിൻ്റെ വിസിലൊക്കെ പോയതിന് ശേഷം നമുക്ക് കറിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നന്നായിട്ട് ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്നൊക്കെ നമുക്ക് വേഗം ഉണ്ടാക്കണം, ഒരു 10 മിനിറ്റിനുള്ളിൽ കറിയൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിക്കണ സമയത്തൊക്കെ ഞാൻ ഇതാ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാൻ ഉണ്ടാക്കിയത് ഗോതമ്പിൻ്റെ ദോശയാണ് കേട്ടോ. അതാകുമ്പോൾ വേഗം കഴിയുമല്ലോ. ഇതും അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വേഗം തന്നെ ഗോതമ്പ് ദോശയും ചുട്ടു. അപ്പോൾ എനിക്ക് രാകേശ്വരനുള്ള ഗോതമ്പ് ദോശയും ചുട്ട് അങ്ങനെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. അപ്പോൾ അതായത് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മൾ ആ ഒരു സവാള സംഭവങ്ങളൊക്കെ ഒന്ന് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഒരു മിനിറ്റ് അത്രയേ ഉള്ളൂ കേട്ടോ. അത്ര ഒന്ന് വഴറ്റിയിട്ട് ആ വെള്ളം ഒഴിച്ചു. അപ്പോൾ തന്നെ അത് ചൂടായി. അത് മൂടി ഒരു 3 വിസിൽ വെച്ചു കേട്ടോ. അതിനുശേഷം എന്താ അതിൻ്റെ ആ ഒരു വിസിൽ പെട്ടെന്ന് തന്നെ പോകും. എൻ്റെ വിസിൽ 5-10 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഒരു വിസിൽ പോകും. അപ്പോൾ തന്നെ അതാ ഞാൻ തുറന്നു കേട്ടോ. കണ്ടില്ലേ നന്നായിട്ട് ശരിക്കും ഒരു ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഒരു മുട്ടക്കറിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം എന്താ പറയുക ഒരു ധൃതി പിടിച്ചുണ്ടാക്കിയ ഒരു കറിയാണ്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഗോതമ്പിൻ്റെ
അപ്പം ഉണ്ടാക്കി, അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ദോശ. ഞാൻ ഈ ഗോതമ്പിൻ്റെ ദോശയിൽ ഇത്തിരി തേങ്ങ ചിരണ്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗോതമ്പിൻ്റെ അപ്പം ഒന്നും പറയാം. അപ്പോൾ എന്നാൽ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കറിയും കൂട്ടിയിട്ട് ഞാൻ വേഗം കഴിച്ചു. അതിനുശേഷം നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നു. ട്രെയിനിൻ്റെ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ വെയിറ്റിംഗ് ആട്ടോ ട്രെയിനായിട്ട്. അതായത് ഞാനിപ്പോൾ വടകരയിലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു 10:45 പയ്യോളിയിൽ നിന്ന് ഒരു ട്രെയിനുണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ പിടിച്ച് ഞങ്ങൾ കോഴിക്കോട് മെയിനായിട്ടുള്ള സ്ഥലത്ത് പോകണം. അവിടെ പോയിട്ട് അവിടെ നിന്നാണ് ഉച്ചക്കാണ് ട്രെയിൻ. 1:45 ആ ഒരു ടൈമിലാണ് ട്രെയിൻ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഫ്രണ്ട് ഉണ്ട്, ഞാൻ നിച്ചുണ്ട് കേട്ടോ. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ 10:45 അവിടെ നിന്ന് ഒരു ട്രെയിനിന് ഞങ്ങൾ ഒരു 12 മണിയോ 10:45 12 അല്ല 11:30 ആ സമയത്ത് തന്നെ അവിടെ എത്തിയിട്ട് പിന്നെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് തന്നെ കഴിച്ചിട്ട് ആണ് ട്രെയിനിലേക്ക് കയറിയത്. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് എവിടെയെങ്കിലും യാത്ര പോകണമെന്നൊക്കെയുള്ള സമയത്ത് ഭയങ്കര ഉറക്കക്ഷീണമായിരിക്കും. പിന്നെ തലേ ദിവസമൊക്കെ നേരത്തെ പോകണം, നേരത്തെ എണീക്കണം എന്നുള്ളൊരു ചിന്തയിലായിരിക്കാം. ഞാൻ ഉറങ്ങിയിട്ടില്ല മര്യാദക്ക്. അങ്ങനെ നമ്മൾ ട്രെയിനിലൊക്കെ കയറി യാത്ര തുടങ്ങി. അപ്പോൾ ഞാനും മോളും മാത്രമേ ഉള്ളൂ, ഹസ്ബൻഡ് ഇല്ല കേട്ടോ. നമ്മൾ നാട്ടിലോട്ട് പോവുകയാണ്. ഇതൊരു ക്രിസ്മസ് ന്യൂ ഇയർ ടൈമിൽ, വെക്കേഷൻ ടൈമല്ലേ, ആ ഒരു ടൈമിൽ ഞാൻ നാട്ടിൽ പോയതിൻ്റെ ഒരു വ്ളോഗാണ്. ഒരു 2 days വ്ളോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ അവിടെ എത്തിയതും അതിൻ്റെ പിറ്റേ ദിവസത്തെ ഒരു കുറച്ച് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിനിൽ പോകുമ്പോൾ നമുക്ക് ഇതേപോലെ ബുക്സും കളേഴ്സൊക്കെ ഇങ്ങനെ ആൾ വന്ന് വിൽക്കാൻ വരുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടോ 4 ബുക്സ് കിട്ടിയായിരുന്നു. അതിൻ്റെ ഒപ്പം ക്രയോണും കിട്ടി, സ്കെച്ചും കിട്ടിയിട്ടാണ്. അതെന്തായാലും നന്നായി. അതുകൊണ്ട് ഇങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. ഇങ്ങനെ പടം വരച്ചും കുറച്ചിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ സമയം കളഞ്ഞു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ട് പോകുമ്പോൾ ഇതേപോലെ എന്തെങ്കിലും സംഭവം കയ്യിൽ വെക്കണം, വളരെ നല്ലതാണ്. ഇങ്ങനെ ട്രെയിനിലൊക്കെ പോകുമ്പോഴേ, ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നല്ലതാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് നമ്മളൊരു വൈകുന്നേരം ഒരു 6 മണി 6:30 ആ സമയത്താണ് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒന്ന് കുളിച്ച് റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കേക്കുകളൊക്കെ വരാൻ തുടങ്ങി. കാരണം ഒരു ക്രിസ്മസിൻ്റെ ആ ടൈമിൽ തന്നെയാണ് എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ അവളുടെ വെഡിങ് ആനിവേഴ്സറിയൊക്കെ ആ ഒരു ടൈമിൽ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കേക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചോക്ലേറ്റ് കേക്ക് ഉണ്ടായിരുന്നു, ഒരു വാൻജോ കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മിൽക്ക് കേക്ക് ഉണ്ട്. അതിന് കറക്റ്റ് പേര് എനിക്കറിയില്ല. ഇങ്ങനെ നട്ട്സും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അതിലൊരു മിൽക്ക് മെയ്ഡും പാലും കൂടി മിക്സ് ചെയ്തെന്തോ സാധനം തോന്നണം, അതിൻ്റെ മേളിലോട്ട് ഒഴിച്ചിട്ട് കഴിക്കണം. നല്ല മധുരം ഉണ്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എല്ലാം കൂടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ, എന്താ പറയുക, അറിയില്ല അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഒരു എന്താ പറയുക, വിശന്നൊക്കെയാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ വേഗം ആർത്തി പിടിച്ചിരുന്നു. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ചോക്ലേറ്റ് കേക്ക് കണ്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ നിശ്ചയം കൂടി മത്സരിച്ചാണ് ഈ ഒരു കേക്ക് കഴിച്ചത്. അങ്ങനെ ആ ഒരു ദിവസം കേക്കൊക്കെ കഴിച്ചു. അതിനുശേഷം രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങി. നല്ല തലവേദന ഉണ്ടായിരുന്നു, കിടന്നുറങ്ങി കേട്ടോ. പിറ്റേ ദിവസം രാവിലെ എണീറ്റു അമ്പലത്തിൽ പോകാനായിട്ട്. കാരണം നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ പറയുക, അമ്പലം, നമ്മുടെ നാട്ടിലുള്ള കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ടാവില്ലേ, ആ കാര്യങ്ങൾ ഒന്ന് പോയി കാണാനൊക്കെ തോന്നും. അപ്പം അങ്ങനെ നമ്മുടെ അടുത്തുള്ള അമ്പലം കേട്ടോ. ഇത് എന്നിട്ടുണ്ടെങ്കിൽ പള്ളുരുത്തിയാണ് കേട്ടോ. ഞാൻ എറണാകുളമാണ്, പള്ളുരുത്തിയിൽ. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ശ്രീ ഭവാനീശ്വര മഹാക്ഷേത്രത്തിലാണ് കേട്ടോ വന്നേക്കണേ. അപ്പോൾ ഞാനിന്ന് വന്നേക്കണ ദിവസത്തെ ഒരു പ്രത്യേകത എന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ 41 ദിവസത്തെ വ്രതം കഴിയുന്ന ദിവസമില്ലേ, മണ്ഡലകാല അവസാനം, ആ ഒരു ദിവസം കേട്ടോ വന്നത്. അത് മാത്രമല്ല ആ ഒരു ദിവസം തന്നെയാണ് തിരുവാതിര മകയിരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു പണ്ടത്തെ ഒരു ഇതുണ്ട്, വ്രതം എടുക്കുന്നത്. ആ ഒരു ദിവസം കൂടിയാണ് തിരുവോണം എന്നോ അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ഇതാണ്, എനിക്ക് കറക്റ്റ് അറിയില്ല പറയേണ്ടത് എങ്ങനെയാണ്. ആ ഒരു ദിവസം കൂടി ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ശിവക്ഷേത്രം കൂടി ആയതുകൊണ്ട് അവിടെ ആനയൊക്കെ ഉണ്ടായിരുന്നു, ചെണ്ടകൊട്ടും അങ്ങനെ കുറച്ച് നല്ല ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ അമ്പലത്തിലോട്ട് പോയി. അപ്പോൾ അമ്മ ആ സമയത്ത് വഴിപാടൊക്കെ കഴിപ്പിക്കണമായിരുന്നു, നെയ്വിളക്കും കാര്യങ്ങളൊക്കെ അതിനായിട്ട് പോയി. അപ്പോൾ ഞാൻ എന്താ പറയുക, പഠിക്കാൻ പോകുന്ന 1 തൊട്ട് എൻ്റെ ഒരു +2 വരെയുള്ള ഒരു കാലഘട്ടം ഈ ഒരു അമ്പലം, സ്കൂള് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ എന്താ പറയുക, എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. ഇത് ഞങ്ങളുടെ അമ്പലം എന്ന് പറയണം, ഞങ്ങളുടെ അമ്പലം. അപ്പോൾ ഇതിൻ്റെ ഇപ്പോഴത്തെ ഇതാണ് നമ്മുടെ സ്കൂള് വരുന്നത്. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 1 തൊട്ട് 10ാം ക്ലാസ് വരെ. ഇപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ. ഇപ്പോൾ അവിടെ ഡിഗ്രി, TTC അങ്ങനെ കുറേ കോഴ്സുകളും കാര്യങ്ങളൊക്കെ, ബിൽഡിങ്ങൊക്കെ വന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതിൻ്റെ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡ് അങ്ങോട്ട് നീങ്ങിയിട്ട് എന്താ പറയുക, ഞാൻ +2 പഠിച്ചത് ഒരു സ്കൂൾ കൂടിയാണ് കേട്ടോ. STPY എന്നാണ് കേട്ടോ. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന പള്ളുരുത്തിക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഒരേ സ്കൂളിൽ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെയാണ് ഞാൻ പഠിച്ചത്. അതാണല്ലേ മണ്ഡലവ്രതത്തിൻ്റെ ഒരു മഹോത്സവമൊക്കെയാണ്. പിന്നെ നിച്ചുവിന് ആനേനെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ആദ്യം. അതിന് നിച്ചു ആദ്യം കുറച്ച് നേരം കരയൊക്കെ ചെയ്ത് പിന്നെ അവൾ ഓക്കെ, പിന്നെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ആ പ്രസാദമൊക്കെ വാങ്ങിച്ച് അമ്പലത്തിൽ നിന്ന് തൊഴുത് വരുമ്പോൾ നമുക്ക് പ്രസാദമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിന് പഴമൊക്കെ ഉണ്ടെന്ന് പഴമൊക്കെ കഴിച്ച് ചെണ്ടമേളത്തിൽ അവൾ ഡാൻസ് കളിക്കണ കേട്ടോ ഈ കാണുന്നത്.
അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഈ ഒരു അമ്പലച്ചോട്ടിലല്ല സോറി ആലിൽ ചൂട്ടിൽ ഇരിക്കാനായിട്ട് നല്ല രസമായിരുന്നു. പണ്ടൊക്കെ ഞങ്ങൾ എപ്പോൾ അമ്പലത്തിൽ വന്നാലും അന്നദാനത്തിനൊക്കെ വന്ന സമയത്തൊക്കെ ഇവിടെ ഇരിക്കാറുണ്ട്. അന്നേരം നല്ല കാറ്റായിരിക്കും. ഇപ്പോൾ കാറ്റ് കുറവായിരുന്നു കേട്ടോ. ഞാനൊക്കെ വന്ന സമയത്ത് എനിക്കൊന്ന് ഇവിടെ ഈ ഷീറ്റും അത് ഇതൊക്കെ കിട്ടിയിട്ടൊക്കെ ആയിരിക്കാം. നേരത്തെയൊക്കെ ആ ഒരു ആലിൽ ചോട്ടിലിരിക്കുമ്പോൾ നല്ലൊരു കാറ്റ് വീശും, എന്ത് സുഖമാണ്. ഇപ്പം ആല് തന്നെ ഒരു മാതിരി ഇലയൊന്നും ഇല്ലാണ്ടായി. പണ്ടുള്ളതാണ് കേട്ടോ കുറേ. ഞാൻ എൻ്റെ ഒരു ഓർമ്മ വെച്ച സമയത്തൊട്ട് ഈ ആലുണ്ട്. ഈ മുത്തശ്ശൻ ആലെന്നൊക്കെ പറഞ്ഞില്ലേ, മുത്തശ്ശൻ മരങ്ങൾ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ആലാണ്. 2-3 ഉണ്ട് അവിടെ കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിച്ച സ്കൂൾ ഗ്രൗണ്ടുകളൊക്കെയാണ്. ഞാൻ പഠിച്ച എൻ്റെ +2 ഇപ്പോൾ സ്കൂളായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് മാറി. ഇപ്പോൾ ഇവിടെ നഴ്സറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് വന്നിട്ട് കുറച്ച് നേരം ഇവിടെ ഇരുന്നു, ഫോട്ടോയൊക്കെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് അതിനുശേഷം ഒരു 10-15 മിനിറ്റ് അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയത്. വീട്ടിലോട്ട് പോകാനായിട്ട് 2 വഴിയുണ്ട്. ഞങ്ങൾ വന്നത് മെയിൻ റോഡ് വഴിയാണ്. അപ്പോൾ പോണത് ഇപ്പോൾ ഒരു പോക്കറ്റ് റോഡ് ഇടവഴി പോലെയുള്ള ഒരു വഴിയുണ്ട് അതിൽ കൂടി. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ അതിലെയാണ് എപ്പോഴും പോക്കും വരവൊക്കെ. ആനനെ കണ്ടില്ലേ, നല്ല രസമുണ്ടാവും. എനിക്ക് വരെ പേടിയാണ്, എന്നാലും എനിക്കിഷ്ടമാണ്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിച്ചുവിൻ്റെ അടുത്തുണ്ട്, അതാണ് എനിക്കും ഇഷ്ടമാണെന്ന് അങ്ങനെയാണ്. അപ്പോൾ അതിനുശേഷം ദാ ഇവിടെ അമ്പലത്തിന് അടുത്ത് തന്നെ ഒരു അമ്പലക്കുളം ഉണ്ട്. ആ അമ്പലക്കുളത്തിൽ കുറച്ച് നേരം നോക്കി നിന്നു. അവിടെ അതിലൊരുപാട് മീനുകളുണ്ടായിരുന്നു കേട്ടോ. പണ്ടേ ഉണ്ട് കുറേ മീനുകളൊക്കെ. നല്ല മഞ്ഞ കളറിലുള്ള ഗോൾഡ് ഫിഷ് നല്ല വലിയതൊക്കെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ കേട്ടോ. ഇപ്പം അങ്ങനത്തെ മീനുകളൊന്നും കാണുന്നില്ല. കുറേ കറുത്ത മീനുകളൊക്കെ കാണുന്നുണ്ട്. പണ്ട് ഗോൾഡ് ഫിഷും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് മലരൊക്കെ നിവേദ്യമായിട്ടൊക്കെ കൊടുക്കുന്ന സമയത്ത് പ്രസാദം നമുക്ക് തരുമല്ലോ, മലറൊക്കെ അവലും മലരൊക്കെ ഇട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അത് തരുമ്പോൾ ഞാൻ ഇതേപോലെ നമ്മളിങ്ങനെ മീനിട്ട് കൊടുക്കുമായിരുന്നു അന്നേരമൊക്കെ. അതേപോലെ പണ്ട് അമ്പലത്തിൽ പൂവ് കൊണ്ട് കൊടുക്കുമ്പോൾ അവിടുന്ന് ശാന്തി നമുക്ക് പ്രസാദം പായസം തരും. അത് കഴിക്കാൻ വേണ്ടി മാത്രം എല്ലാ ദിവസവും പൂവ് കൊണ്ട് അമ്പലത്തിൽ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പം നല്ല രസമുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് മാറ്റങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. എന്നാലും എവിടെയൊക്കെ എന്താ പറയുക ഒരേ പോലെ. ഞാൻ പറഞ്ഞില്ല നേരത്തെ ഇതിൽ വലിയ മീനുകളായിരുന്നു. ഗോൾഡ് ഫിഷൊക്കെ നല്ല നമ്മുടെ ഒരു കൈയിൻ്റെ പകുതി വരെയൊക്കെ ഉണ്ടാവും നീളം, അത്ര ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ഈ കാണുന്ന മീനുകളൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് മീനുകൾക്കൊന്നും ഭക്ഷണമൊന്നും നമ്മൾ ഇട്ട് കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു നേരത്തെ. അതേപോലെ നിച്ചു ഇപ്പോൾ 1-ാം ക്ലാസ്സിലായതുകൊണ്ടല്ലേ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു എഴുതിയേക്കണ ബോർഡ് എന്തെങ്കിലും കാണുമ്പോൾ അത് വേഗം തന്നെ ഓടിപ്പോയി വായിക്കാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ അവളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു ബോർഡ് കണ്ട്. അപ്പോൾ അത് വേഗം എൻ്റെ അമ്മനെ കേൾപ്പിക്കുകയാണ്. അവൾക്ക് അറിയുന്ന അക്ഷരങ്ങൾ കൂട്ടി വായിച്ചിട്ട് ഇത്, വഴി, ഈ 2 അക്ഷരം അവൾ വായിച്ചിട്ടാണ്. ബാക്കിയൊന്നും അറിയാൻ പാടില്ല വലിയ രീതിയിൽ. അതായത് മത്സ്യ അങ്ങനെ സംഭവങ്ങളൊക്കെ വായിക്കാൻ വലിയ രീതിയിൽ അറിയില്ല. ബാക്കിയൊക്കെ കൂട്ടി വായിക്കുകയും പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ പോകണം. അപ്പോൾ ഈ കാണുന്നത് വെടി എന്താ പറയുക വെടിക്കെട്ടൊക്കെ നടത്തണം മറ്റേ സംഭവം ഇതില്ലേ, മരുന്നൊക്കെ വെക്കണ സ്ഥലം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. ഞങ്ങളുടെ വീട്ടിലോട്ട് പോകണ വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ പോകുന്ന വഴി ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തേ ഉള്ളൊരു ചെറിയൊരു കടയാണ് അത് ഈ കാണുന്നത്, വീടിനോട് ചേർന്നുള്ളൊരു കട. അപ്പോൾ അവിടെ നിന്ന് നിച്ചുവിന് ദാഹിക്കുന്നു, വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളൊരു 10 രൂപയുടെ ഒരു 7-അപ്പും 2 ബോള് പോലത്തെ മിഠായി അത് 2ഉം വാങ്ങിച്ചിട്ടാണ്. നിച്ചുവിന് ഇന്നലെയൊക്കെ ചെറിയൊരു കഫക്കെട്ടിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിലും വീട്ടിലോട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ അസുഖങ്ങളെല്ലാം മാറിയിട്ടാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു നിച്ചു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവൻ്റെ അനിയത്തി വന്ന്. അപ്പോൾ അനിയത്തിൻ്റെ വീട് പണിയുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങളിപ്പോൾ പോകാം. വീട് കാണാൻ ഞങ്ങൾ പോവാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ ഒന്നും കാണിക്കുന്നില്ല, ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും ദിവസമൊക്കെ കാണിക്കാം കേട്ടോ. അതിനുശേഷം ചെറിയൊരു ഷോപ്പിംഗ് ആയിരുന്നു. ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, കുറച്ച് ടോയ്സ് വാങ്ങിക്കാണ്ടായിരുന്നു, കുറച്ച് ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. നീ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അപ്പോൾ കുറേ ഐറ്റംസൊക്കെ ഞങ്ങൾ പർച്ചേസ് ചെയ്തു. അപ്പോൾ ഇതൊരു വലിയ ബിൽഡിംഗ് ആണ്. താഴെ കുറേ ബ്യൂട്ടി ഐറ്റംസ്, ജ്വല്ലറീസ്, അങ്ങനെ കുറേ സാധനങ്ങൾ, ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മേളിൽ കുറേ ടോയ്സ് കാര്യങ്ങളും കുട്ടികളുടെ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് ഐറ്റംസ് താഴെ നിന്ന് പർച്ചേസ് ചെയ്ത്. നിൻ്റെ കളിപ്പാട്ടാ, നീ പറഞ്ഞു എന്തൊക്കെയാണ് നീ വാങ്ങിച്ചത്? ഞാനൊരു സ്ലൈമിൻ്റെ ഉള്ളിൽ ഒരു പൂമ്പാച്ചയും കൂടി ഉണ്ട്. പിന്നെ ഒരു സൂചിൻ്റെ ഉള്ളിൽ ഒരു ബൗൾ പോലത്തെ സാധനം ഇടാനാണ് വാങ്ങിച്ചത്. എൻ്റെ ഇഷ്ടമാണ് അതൊക്കെയാണ്. വേറെ ഒന്നും ഇല്ലായിരുന്നു. വേറെ ഞാൻ എൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാനൊരു ഫയലക്സ് വേണമായിരുന്നു. അത് പക്ഷെ വർക്ക് ചെയ്യില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ചത്. എല്ലാം മനസ്സിലായി എല്ലാവർക്കും. ഇനി ഞാൻ പറഞ്ഞോളാം.
അവളൊരു സ്ലൈം വാങ്ങിച്ച്, പിന്നെ നമ്മൾ പണ്ടൊക്കെ കളിക്കുന്ന ഒരു സാധനമില്ലേ, ഒരു അക്വേറിയം പോലെ, എന്നിട്ട് നമ്മൾ ആ ഒരു റിങ് ഉണ്ടാവും, ആ റിങ് കറക്റ്റ് ആ ഒരു സൂചിയിലാക്കണ അത് വാങ്ങിച്ചിട്ടാണ്. അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു, പിന്നെ ഒരു പൊട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടാണ്. അതിനുശേഷം നമ്മൾ വീട്ടിലോട്ട് പോയി. അത്രയൊക്കെ ഉള്ളത് വീഡിയോ, കാരണം ഇപ്പോൾ തന്നെ വീഡിയോ 15 മിനിറ്റായി. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യണേ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.